ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. അതും ട്രിവാൻഡ്രം ആണ് നമ്മൾ പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരു 7:30 ആയപ്പോൾ ഇറങ്ങി കേട്ടോ. ട്രെയിൻ 7:30 കഴിഞ്ഞപ്പോഴായിരുന്നു വന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. മസാല ദോശയും പൂരിയും പൊറോട്ടയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് കേട്ടോ. ആദ്യം തന്നെ പോയത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കുതിരമാളിക കാണാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നത്. ഇത്രയും നാൾ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല കാണാൻ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഈ കുതിരമാളിക കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. കുതിരമാളിക കാണാൻ വേണ്ടി അകത്തോട്ട് നമുക്ക് മൊബൈൽ വീഡിയോസ് ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അകത്തെ കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പുറത്ത് ദാണ്ട് ഇതുപോലെ അടിപൊളി പച്ചപ്പും ആയിട്ടുള്ള ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. ഇതാണ് ആ മാളിക. നല്ല സൂപ്പറാണ്. അകത്ത് ഫുൾ ഒരുപാട് കാണാനുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ചിത്രശില്പ മ്യൂസിയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിന് അകത്തും ഇവർ ഫോട്ടോസൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കാഴ്ച കാണാൻ പോകാമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതിനുശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിച്ചു. അതിനുശേഷം നേരെ പോയത് സൂയിലോട്ടാണ് കേട്ടോ. അവിടെ പോയി നമുക്ക് കുറച്ച് ബന്ധുക്കളൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് കുറച്ച് ബന്ധുക്കളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി. പഴയതുപോലെ ഒരുപാട് മൃഗങ്ങളൊന്നും ഇപ്പോൾ സൂയിലില്ല. കുറച്ച് മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് നടക്കാനുണ്ട്. നടന്ന് കാലുവേദനയായി അവസാനം. കുറച്ച് പക്ഷികൾ, മുതല, പിന്നെ നമ്മൾ കണ്ടത് ഇതുപോലത്തെ കുറച്ച് പക്ഷികളൊക്കെയാണ്. പിന്നെ നമ്മൾ പക്ഷേ അതിനകത്ത് കാണാൻ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതേപോലെയൊക്കെ. അതിനുശേഷം മാൻകുട്ടികളെ കണ്ടു. പിന്നെ കരടിയെ കണ്ടു. പിന്നെ കുറച്ച് മാൻകുട്ടികൾ ഇങ്ങനെ കൂട്ടമായിട്ട് കിടക്കുന്നത് കണ്ടു. പിന്നെ സിംഹമൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നത് ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ അവരെല്ലാം അവശതയായിട്ട് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന പുലിയുടെ കൂട്ടിൽ നിന്ന് ഒരു പൂച്ച വന്ന് ഫുഡ് കട്ടുകൊണ്ട് പോകുന്ന രംഗമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചിത്രശലഭ പാർക്ക്. പക്ഷേ ഈ ഇതിനകത്തോട്ട് കയറിയ ചിത്രശലഭങ്ങൾ കൂട്ടമായിട്ട് പറക്കുന്നത് കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ അവിടെ കുറച്ച് മാത്രം പറക്കുന്നത് കണ്ടു. അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടി മുന്നിലോട്ട് നടന്നു വന്നത്. പിന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി പാമ്പുകളൊക്കെ കാണാൻ കഴിഞ്ഞു കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പാമ്പുകളെയാണ്. പാമ്പുകൾ ഈ പറഞ്ഞ കണക്ക് ഉച്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ക്ഷീണിച്ച് ഉറക്കമായിരുന്നു. കുറച്ച് പാമ്പുകൾ മാത്രമാണ് അവിടെ എനർജി ആയിട്ട് തുള്ളിക്കൊണ്ടൊക്കെ നിന്നത്. ബാക്കി എല്ലാം ഒരു മൂലയിൽ ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഞങ്ങൾ അനാക്കോണ്ടേനെയൊക്കെ കണ്ടത് കേട്ടോ. അനാക്കോണ്ട, പിന്നെ കരിമൂർക്കൻ, പിന്നെ രക്താണലി, കുറേ പാമ്പുകളെയൊക്കെ കണ്ടു. പിന്നെ അതിനുശേഷം പുറത്ത് ഇറങ്ങി. പിന്നെ കുറച്ച് പാമ്പുകളെ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് നല്ല വെറൈറ്റി പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പേരൊന്നും അറിയത്തില്ല. മൂർക്കൻ, അങ്ങനെ കുറച്ച് പാമ്പുകളെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അതിനുശേഷം നല്ലൊരു മയിൽ ഡാൻസ് കളിക്കും. പിന്നെ ഞങ്ങൾ മറ്റേ മ്യൂസിയമില്ലേ, ആ പാർക്കിൽ കുറച്ച് നേരം വന്നിരുന്നു. കാറ്റൊക്കെ കൊണ്ട് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായി കേട്ടോ. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. പിന്നെ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ തിരിച്ചു വന്നു. ട്രെയിൻ 5:30 അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ള. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.